ചെങ്കോട്ട സ്ഫോടന കേസിലെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. സ്ഫോടക വസ്തു അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാമെന്ന നിഗമനം. ഉമർ ശ്രമിച്ചത് സ്ഫോടക വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനെന്ന് സൂചന. കാറിലുണ്ടായിരുന്നത് 80 കിലോ സ്ഫോടക വസ്തു. സ്ഫോടനത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചെങ്കോട്ട സ്ഫോടനം അന്വേഷിക്കാൻ 15-അംഗ സംഘത്തെ നിയോഗിച്ച NIA നയിക്കുക കേരള കേഡർ ഉദ്യോഗസ്ഥൻ വിജയ് സാക്കറെ. ഉമറിന് കാർ വിറ്റയാളടക്കം അറസ്റ്റിലായത് 15 പേർ. അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ NIA. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ പോലീസ് വിന്യാസത്തിൽ ഗുരുതര വീഴ്ച. സന്നിധാനത്ത് പോലീസ് കൺട്രോളറായി എത്തിയത് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി. നിയമനം കിട്ടിയത് അടൂർ ക്യാമ്പിലെ SI കൃഷ്ണകുമാറിന്. വിശദമായ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിലേക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ്. പത്മകുമാറിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതായി സൂചന. സർക്കാരിനെതിരായ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ശബരിമലയിൽ കൃത്രിമ കുങ്കുമം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ദേവസ്വം ബെഞ്ച് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. മനുഷ്യനും ജീവജാലങ്ങൾക്കും മാത്രമല്ല പരിസ്ഥിതിക്കും ദോഷമെന്നും കോടതി. കച്ചവടക്കാരുടെ ഹർജി തള്ളി. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതിയിൽ വൻ പ്രതിഷേധം. സംസ്കൃതം മേധാവി വിജയകുമാരിയുടെ വീട്ടിൽ അത്താഴം വിളമ്പുന്നത് ദളിതനാണെന്ന് BJP സെനറ്റ് അംഗത്തിന്റെ പരാമർശം വിവാദത്തിൽ. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ ദളിതിന്റെ ഇതൊന്നും നമുക്ക് കേൾക്കണം കേട്ടോ. ജാതി പറഞ്ഞാൽ കാലുവാരി നിലത്തടിക്കുമെന്ന് SFIയുടെ മുന്നറിയിപ്പ്. ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലവാരി ഭിത്തിയിലടി ഉള്ള കാര്യം പറയാം. സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിൽ അന്തചിത്രം. മുതിർന്ന നേതാവ് N ശിവരാജനെയും ചെയർപേഴ്സൺ പ്രമീള ശശിധരനെയും വെട്ടി. പ്രശാന്ത് ശിവനടക്കം C കൃഷ്ണകുമാർ പക്ഷം പട്ടിക പിടിച്ചെടുക്കി. മുൻ ചെയർപേഴ്സൺ പ്രിയ അജയനെതിരെ BJP അനുഭാവികളുടെ സൈബർ ആക്രമണം. കൊച്ചി കോർപ്പറേഷനിൽ UDF വിമതരുമായി കൈകോർത്ത് LDFന്റെ തന്ത്രപ്രധാന നീക്കം. 5 UDF വിമതർ സ്ഥാനാർത്ഥി പട്ടികയിൽ. 70 പേരുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു. എറണാകുളം തൃക്കാക്കര LDFൽ തർക്കം. മലപ്പുറം എടയൂരിൽ UDF സീറ്റ് പ്രഖ്യാപനത്തിനിടെ കയ്യാങ്കളി. RMP UDFന്റെ ഭാഗമല്ലെന്ന് KK രമ ന്യൂസ് മലയാളത്തോട്. UDFുമായി സഹകരിക്കുക പൊതുവിഷയങ്ങളിൽ മാത്രം. RMP കീഴോട്ടാണ് വളരുന്നതെന്ന് CPIM. തിരൂരങ്ങാടിയിൽ PMA സലാമിന്റെ ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് മരിച്ച വേണുവിന്റെ ഭാര്യ. മൊഴിയെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് ശരിയായ നടപടിയല്ല. മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കാതെ ഹാജരാകില്ലെന്നും സിന്ധു ന്യൂസ് മലയാളത്തോട്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തത് ക്യാപ്ചർ മയോപ്പതി മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ക്യാപ്ചർ മയോപ്പതി എന്നത് ആക്രമണം നേരിടുമ്പോൾ പരിഭ്രാന്തി കൊണ്ട് മൃഗങ്ങൾ മരിക്കുന്ന സാഹചര്യം. തിരുവനായ ആക്രമണത്തിൽ 2 മാനുകൾക്ക് നിസ്സാര പരിക്ക് മാത്രം. ജീവനക്കാർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് പാർക്ക് ഡയറക്ടർ.
ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കൂട്ടായ്മയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള തർക്കത്തിൽ മഞ്ഞുരുകുന്നു. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ആർച്ച് ബിഷപ്പ് ദേവലോകം അരബനയിലെത്തി. സ്വീകരിച്ച് മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. അന്ത്യോക്യ പാത്രിക്കീസ് ഒഴികെയുള്ള മറ്റ് ഓറിയന്റൽ സഭാ തലവന്മാരുമായി കാതോലിക്ക ബാവ ചർച്ച നടത്തും. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്ക് തീവിലയായതോടെ നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. ലൈഫ് മിഷൻ പദ്ധതിയിലെ നിർമ്മാണം ഉൾപ്പെടെ താളം തെറ്റി. വിലവർധന ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എന്ന ആരോപണം. അടിയന്തര പരിഹാരം വേണമെന്ന് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ബീഹാർ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആശ്വാസത്തിൽ NDA. വിശ്വാസം ജനഹിതത്തിലെന്ന് മഹാസഖ്യം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷക്കീൽ അഹമ്മദ് കോൺഗ്രസ് വിട്ടു. ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സ തേടിയ നടൻ ധർമ്മേന്ദ്ര ആശുപത്രി വിട്ടു. വീട്ടിൽ ചികിത്സ തുടർന്നാൽ മതിയെന്ന് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രി ഡോക്ടർമാർ. ധർമ്മേന്ദ്രയെ ഡിസ്ചാർജ് ചെയ്തത് താരം മരിച്ചെന്ന വ്യാജ വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിലെ നിർണായക പാരച്യൂട്ട് പരീക്ഷണം വിജയം. പരീക്ഷണം നടത്തിയത് മൊഡ്യൂളിന്റെ തുല്യഭാരമുള്ള വ്യോമസേന വിമാനം ഉപയോഗിച്ച്. പാരച്യൂട്ട് ഉപയോഗിച്ച് വേഗത കുറച്ച് വിജയകരമായി ലാൻഡ് ചെയ്തു. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പതഞ്ജലിയുടെ പരസ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ഡൽഹി ഹൈക്കോടതി. മറ്റ് ചവനപ്രാശ ഉൽപ്പന്നങ്ങളെ അവഹേളിക്കുന്ന പരസ്യങ്ങൾ പാടില്ല. മാധ്യമങ്ങളിൽ നിന്ന് പരസ്യം പിൻവലിക്കാൻ ഉത്തരവ്. ഇടക്കാല ഉത്തരവ് ഡാബർ ഇന്ത്യ നൽകിയ ഹർജിയിൽ. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രയേൽ കരാർ ലംഘിച്ചത് 282 തവണ. ഒരു മാസത്തിൽ 25 ദിവസവും ഗാസ മുനമ്പിൽ ആക്രമണം. 242 പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും ഗാസ മീഡിയ ഓഫീസ്. ഗാസയിലേക്കുള്ള അടിയന്തര സഹായം ഇസ്രയേൽ തടയുന്നതായി ഐക്യരാഷ്ട്രസഭ. കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സിറിഞ്ചുകൾ അടക്കം അതിർത്തിയിൽ തടഞ്ഞു വെക്കുന്നുവെന്ന ആരോപണം. 1.6 ദശലക്ഷം മെഡിക്കൽ ഉപകരണങ്ങൾ കെട്ടിക്കിടക്കുന്നുവെന്നും യൂണിസെഫ്. അമേരിക്കയുമായി നേർക്കുനേർ പോരിന് കൊളംബിയൻ പ്രസിഡന്റ്. US ഏജൻസികൾക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നത് നിർത്തിവെച്ച് ഗുസ്താവോ പെട്രോയുടെ ഉത്തരവ്. അമേരിക്കയുടെ ലഹരി വിരുദ്ധ ആക്രമണങ്ങൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചാകണമെന്നും പെട്രോ. ജോർജിയയിൽ തകർന്നു വീണ തുർക്കി സൈനിക വിമാനത്തിൽ ഉണ്ടായിരുന്ന 20 പേരും മരിച്ചു. അപകട കാരണം അവ്യക്തം. അനുശോചനം രേഖപ്പെടുത്തി തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗൻ. ചൈനയെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഹോങ്കി പാലം തകർന്നു. 758 മീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ. പാലം തകർന്നത് മണ്ണിടിച്ചിലിന് പിന്നാലെ. ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ രോഹിത് ശർമ്മ. വിജയ് ഹസാരയിൽ ഇറങ്ങാൻ മുംബൈ ടീമിനോട് സന്നദ്ധത അറിയിച്ചെന്ന് റിപ്പോർട്ട്. ഏകദിന ടീമിൽ അവസരം കിട്ടാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിലപാടിൽ BCCI. വിരാട് കോഹ്ലി കളിക്കുന്നതിൽ തീരുമാനമായില്ല. ചെസ് ലോകകപ്പിൽ 5ാം റൗണ്ട് പ്രതീക്ഷയുമായി 5 ഇന്ത്യൻ താരങ്ങൾ. 4ാം റൗണ്ടിലെ സമനില കുരുക്ക് പൊട്ടിക്കാൻ ഇന്ന് പോരാട്ടം. പ്രഗ്യാനന്ദ, അർജുൻ, ഹരികൃഷ്ണ, കാർത്തിക്, പ്രണവ് എന്നിവർക്ക് മത്സരം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ഒരുങ്ങി ടീമുകൾ. യൂറോപ്പിൽ യോഗ്യത ഉറപ്പിക്കാൻ ഇറ്റലിയും ജർമ്മനിയും ഫ്രാൻസും പോർച്ചുഗലും അടക്കം വമ്പൻ ടീമുകൾ. ആഫ്രിക്കൻ പ്ലേ ഓഫിൽ നാളെ സെമി പോരാട്ടങ്ങൾ.